അതുപോലെ സാറ് ഫഹദ് ഫാസിലുമായിട്ട് തീരുമാനിച്ച നാളെ എന്ന് പറയുന്ന ചിത്രം അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് സിനിമ അത് ഒരു ഫെയ്ത്താന്ന് എനിക്ക് പറയാമല്ലോ. ഫെയ്ത്ത് ആരെയും ഞാൻ കുറ്റപ്പെടാൻ തയ്യാറല്ല. അത് എനിക്ക് ആ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ എനിക്കൊരു രണ്ട് മനസ്സുണ്ടായിരുന്നു. വേണോ വേണ്ടത്. ഇപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് എൻ്റെ ഏകദേശം ഒരു 50 ലക്ഷത്തോളം അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ആ സമയത്ത് ഒരു ഫഹദ് ഫാസിലിന്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്താൽ ചിലപ്പോൾ നഷ്ടം വരാവുന്ന പൈസ ചിലപ്പോൾ കൂടി വന്ന ഒരു 50 റുപ്യ ഉണ്ടാവും. അതിന്മേലൊന്നും നഷ്ടം വരില്ല. അതൊരു 400 റുപ്യക്ക് കോസ്റ്റ് ആവുന്ന ഒരു സമയത്തായിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ എന്തായാലും ഈ 50 റുപ്യ ഞാനിപ്പോ പടം വേണ്ടാന്ന് വെച്ചാലും ഈ 50 റുപ്യ എനിക്ക് നഷ്ടമാകും. അപ്പൊ നമ്മളൊരു ക്രെഡിബിലിറ്റിന്റെ പ്രശ്നമൊക്കെ ഇല്ല. അത് നമ്മളൊരു പടം അനൗൺസ് ചെയ്ത് നിർത്തിയ ആ ഡയറക്ടറുടെ ഭാവി അതിൽ അതിന്റെ ബാക്കിയുള്ള ആൾക്കാരുടെ ഒക്കെ ഏത് കാലത്തേക്കും ഞാൻ ചെയ്തേക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ പടം തുടങ്ങിയപ്പോൾ തൊട്ട് ആ പടത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പിന്നെ വയനാട്ടിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര അതിന്റെ ക്ലൈമാക്സിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഭയങ്കര കൊടുങ്കാറ്റും മഴയായിരുന്നു.